നമ്മുടെ കിടിലം തേങ്ങയരച്ച മീൻകറിയും കപ്പയൊക്കെ ഉള്ളപ്പോൾ ചോറിങ്ങനെ ഒരുപാട് കുഴയുണ്ട്. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി, ഒരുപാട് കുഴയും ചെയ്ത് എന്ന് വെച്ചാൽ നനയാതിരിക്കരുത്. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു മീൻ കഷ്ണം എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ട് ഒരുപാട് ചെറുതൊന്നും ആക്കല്ലേ ഉരുള. എനിക്ക് ഇച്ചിരി അത്യാവശ്യം വലിയ ഉരുള തന്നെ വേണം. ഒരുപാട് വലുതാവണ്ട, ഒരുപാട് ചെറുതാവണ്ട. അതുകൊണ്ട് ഈ ഒരു സൈസ് എടുത്തിട്ട് നേരെ വാക്കിയകത്തെടുത്ത് അങ്ങ് വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ, എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞല്ലടാ. പുട്ടുണ്ട്, നല്ല കിടിലം ചിക്കൻ കറി ഉണ്ട്, 2 പുഴുങ്ങിയ മുട്ടയുണ്ട്. കൊതി കാരണം ഒരു പുഴുങ്ങിയ മുട്ട ആദ്യമേ എടുത്ത് ഞാൻ അകത്താക്കിയേ. പുട്ടും തീരുന്ന വഴി അറിയുന്നില്ല. അപ്പോൾ കാരണം കുരുമുളകടിയും വന്നു. ഞാൻ ചിക്കൻ കറി എല്ലാം കൂടി ഇങ്ങോട്ട് തട്ടി രണ്ടാമത്തെ കുറ്റി പുട്ട് ഇങ്ങനെ തീർത്ത് അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ പിന്നെന്താ, മുട്ട ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, അവനെയും കൂടി അങ്ങ് തീർത്തിട്ട് ഒരു പഴം എടുത്ത് വെച്ചിട്ട് കുറച്ച് കട്ടൻ ചായ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലഞ്ച്. നല്ല തേങ്ങയരച്ച മീൻകറിയുണ്ട്, കപ്പയുണ്ട്, കുറച്ച് തോരനുണ്ട്. അവസാനം ചോറെല്ലാം തീരാറായപ്പോൾ എന്നിട്ട് നമ്മളെ സ്ഥിരം പരിപാടി മുട്ടയ്ക്കകത്ത് അറിയാമല്ലേ, ചോറെല്ലാം ഇങ്ങനെ പറക്കി വെച്ചിട്ട് ഒരു മീൻ കഷ്ണം, അത്യാവശ്യം വലിയൊരു മീൻ കഷ്ണം എടുത്ത് വെച്ചിട്ട് ഒറ്റ അച്ചാറും ഗംഭീരമായിരുന്നു.